ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓഗസ്റ്റ് 16 കത്തോലിക്ക സഭ വിശുദ്ധ റോക്കോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ റോക്കോ 1295 ഫ്രാൻസിലെ മോണ്ട്പെലിയർ എന്ന സ്ഥലത്ത് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. അവൻ്റെ ചെറിയ ശരീരത്തിൽ നെഞ്ചിൻ്റെ ഇടതുവശത്ത് ശ്രദ്ധേയവും ഉജ്ജ്വലവുമായ ഒരു ചുവന്ന കുരിശ് ഉണ്ടായിരുന്നു. അവൻ 10 വയസ്സുള്ള കുട്ടിയായതിനാൽ അവൻ ഇതിനകം ദരിദ്രരെയും രോഗികളെയും സഹായിക്കുമായിരുന്നു. 20-ാം വയസ്സിൽ അദ്ദേഹത്തിന് പിതാവും താമസിയാതെ അമ്മയും നഷ്ടപ്പെട്ടു. തൻ്റെ സ്വത്തെല്ലാം വിറ്റ് തൻ്റെ സമ്പത്ത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും വിതരണം ചെയ്തു. തൻ്റെ സമ്പത്ത് ദാനം ചെയ്ത ശേഷം അദ്ദേഹം ഒരു തീർത്ഥാടകനായി ഇറ്റലി വരെ യാത്ര ചെയ്തു. അക്കാലത്ത് ബിബോണിക് പ്ലേഗ് ഭൂമിയെ തകർത്തു. ഓരോ 10 ആളുകളിൽ 7 പേർ മരിച്ചു. സിയനയ്ക്ക് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ വിശുദ്ധ റോക്കോ തൻ്റെ സേവനം വാഗ്ദാനം ചെയ്തു. അവിടെ അദ്ദേഹം രോഗികളുടെ ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്താൻ ശ്രമിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി. അത്ഭുതം പ്രവർത്തിക്കാൻ അവനെ സഹായിച്ചു. കുരിശടയാളം ഉണ്ടാക്കി ഒരു മാലാഖ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തുകൊണ്ട് നഗരത്തിലെ പ്ലേഗ് 15 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ച നിരവധി ആളുകളെ അദ്ദേഹം സുഖപ്പെടുത്തി. എല്ലാ ബഹുമതികളും നന്ദിയും നിഷേധിച്ചുകൊണ്ട് വിശുദ്ധ റോക്കോ മറ്റൊരു നഗരമായ സെസിനയിലേക്ക് പോയി. അവിടെയും പ്ലേഗ് വ്യാപിച്ചു. സെസിനയിലെയും മറ്റൊരു നഗരമായ റിമിനിയിലെയും ഭയാനകമായ പ്ലേഗിനെ വേഗത്തിൽ ഇല്ലാതാക്കാൻ വിശുദ്ധ റോക്കോ സഹായിച്ചു. ഈ നഗരങ്ങൾ സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റോമിലേക്ക് പോയി. അവിടെ പ്ലേഗ് നിരവധി ആളുകളെ കൊന്നിരുന്നു. റോമിൽ പോലും വിശുദ്ധ റോക്കോ തൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുകയും നിരവധി ആളുകളെ സുഖപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ മറ്റ് യാത്രകളിൽ പിയാസെൻസയിൽ ആയിരിക്കുമ്പോൾ വിശുദ്ധ റോക്കോ തന്നെ പ്ലേഗ് ബാധിച്ച് ഒരു രാത്രി ഉണർന്നു. ഒരു മാലാഖ തന്നോട് പറയുന്ന ശബ്ദം കേട്ടു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വളരെ ഭക്തനായ ദാസനായ റോക്കോ, ഉണരുക, എഴുന്നേൽക്കുക. നിങ്ങൾക്കും ഇപ്പോൾ പ്ലേഗ് ബാധിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ മറ്റുള്ളവരുമായി ചെയ്തതുപോലെ നിങ്ങളിലും അത് സുഖപ്പെടുത്താൻ ഉത്സാഹം കാണിക്കുക. അതിനാൽ മുഴകളും ഭയാനകമായ വേദനാജനകമായ മുറിവുകളും കൊണ്ട് പനി പിടിച്ച വിശുദ്ധ റോക്കോ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതിരിക്കാൻ വളരെ പ്രയാസത്തോടെ കോട്ടയ്ക്കടുത്തുള്ള വനത്തിലെ ഒരു കുടിലിലേക്ക് വലിച്ചിഴച്ചു. ദൈവത്തിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ സന്തോഷവും അടയാളങ്ങളും അവൻ താമസിയാതെ അനുഭവിച്ചു. അവൻ തൻ്റെ ചൂരൽ ഭൂമിയിൽ കുത്തി ഇറക്കി. താമസിയാതെ ഇത് ഒരു പിയർ മരമായി രൂപാന്തരപ്പെട്ടു. അത് അവൻ്റെ പെരുന്നാൾ ദിവസത്തിൻ്റെ എല്ലാ തലേദിവസവും ഫലം നൽകി. അവൻ്റെ ദാഹം ശമിപ്പിക്കാൻ ദൈവം കുടിലിനടുത്ത് ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിച്ചു. അവൻ്റെ വിശപ്പകറ്റാൻ അടുത്തുള്ള കോട്ടയിലെ ഒരു നായ എല്ലാ ദിവസവും ഒരു റൊട്ടി കൊണ്ടുവന്നു. ഒരു ദിവസം നായയുടെ ഉടമ അവനെ പിന്തുടർന്ന് കുടിലിലേക്ക് പോയി. അവിടെ അദ്ദേഹം വിശുദ്ധ റോക്കോയുടെ ജീവിത രീതിയിൽ അമ്പരന്നു. അവൻ വളരെ പ്രചോദിതനായി. അവനും തൻ്റെ സമ്പത്തെല്ലാം വിറ്റ് വിശുദ്ധ റോക്കോയെ പോലെ ഒരു തീർത്ഥാടകനായി. ഒടുവിൽ വിശുദ്ധ റോക്കോ തൻ്റെ അസുഖം ഭേദമായപ്പോൾ അദ്ദേഹം ഇറ്റലിയിലുടനീളം തൻ്റെ യാത്രകൾ പുനരാരംഭിക്കുകയും തുടർന്ന് ഫ്രാൻസിലെ തൻ്റെ ജന്മനഗരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഫ്രാൻസിൽ അവൻ ചാരനാണെന്ന് അവർ വിശ്വസിച്ചു. അവൻ്റെ പിതൃസഹോദരനായ ഒരു ജഡ്ജി അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചു. വിശുദ്ധ റോക്കോ ഒരിക്കലും തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിയിട്ടില്ല. താൻ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് മാത്രം പറഞ്ഞു. 5 വർഷത്തെ തടവിനു ശേഷം ഒരു ദിവസം ജയിലർ വിശുദ്ധ റോക്കോയുടെ സെല്ലിലുടനീളം വിചിത്രമായ ഒരു പ്രകാശം കണ്ടു. സൂര്യൻ്റെ മുഖം സൂര്യപ്രകാശത്താൽ തിളങ്ങുന്നതായി കണ്ടു.
അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ജയിലിന് പുറത്ത് ആൾക്കൂട്ടം ബഹളം വെച്ച വാർത്തകളും ജനക്കൂട്ടവും അദ്ദേഹം പ്രചരിപ്പിച്ചു. നിർഭാഗ്യവശാൽ വിശുദ്ധൻ മരണത്തോട് അടുത്തിരുന്നതിനാൽ സ്വാതന്ത്ര്യത്തിനായുള്ള ആഹ്വാനങ്ങൾ വളരെ വൈകിയാണ് വന്നത്. 3 ദിവസം കൂടി ജയിലിൽ കഴിയാൻ ആവശ്യപ്പെട്ടു. 3-ാം ദിവസത്തിൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു താൻ മരിക്കാൻ പോകുകയാണെന്നും തൻ്റെ അവസാന ആഗ്രഹം ദൈവത്തോട് ചോദിക്കാനുണ്ടെന്നും പറഞ്ഞു. പ്ലേഗ് ബാധിച്ച എല്ലാവരെയും രക്ഷിക്കാൻ അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. 1327 ആഗസ്റ്റ് 16 വൈകുന്നേരം 32 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വിശുദ്ധ റോക്കോ മരണത്തിൻ്റെ നിദ്രയിലേക്ക് വീണു. താമസിയാതെ ദൂതൻ ജയിലിൽ ഒരു ഫലകം കൊണ്ടുവന്നു. അതിൽ ദൈവത്തിൻ്റെ ഇനി പറയുന്ന സന്ദേശം ആലേഖനം ചെയ്തു. ബിബോണിക് പ്ലേഗ് ബാധിച്ച് സഹായത്തിനായി വിശുദ്ധ റോക്കോയിലേക്ക് പോകുന്ന എല്ലാവരും സുഖം പ്രാപിക്കും. തടവുകാരൻ്റെ പേര് റോക്കോ എന്നാണെന്നറിഞ്ഞ അമ്മാവൻ ജഡ്ജിക്ക് സംശയം തോന്നി. ഒടുവിൽ വിശുദ്ധ റോക്കോയുടെ അമ്മയുടെ അമ്മായി വിശുദ്ധൻ്റെ നെഞ്ചിൽ ഒരു ചുവന്ന കുരിശുമായാണ് ജനിച്ചതെന്ന് ഓർത്തു. കുരിശ് അവശേഷിക്കുന്ന വിശുദ്ധൻ്റെ നഗ്നമായ നെഞ്ച് കാണാൻ ജഡ്ജി ആവശ്യപ്പെട്ടു. അതിനാൽ വിശുദ്ധൻ്റെ വ്യക്തിത്വം കണ്ടെത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്ലേഗിനും എല്ലാ പകർച്ചവ്യാധികൾക്കും എതിരെയുള്ള സംരക്ഷകനായാണ് വിശുദ്ധ റോക്കോയെ ആരാധിക്കുന്നത്. മഹാനായ വിശുദ്ധ റോക്കോ, ദൈവത്തിൻ്റെ ബാധകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ ശരീരങ്ങളെ പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ പാപത്തിൻ്റെ പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് സുഖകരമായ വായു ലഭ്യമാക്കണമേ. പക്ഷേ എല്ലാറ്റിനുമുപരിയായി ഹൃദയശുദ്ധി, ആരോഗ്യം നന്നായി ഉപയോഗിക്കാനും കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മാതൃകയ്ക്ക് ശേഷം തപസ്സും ദാനധർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിക്കുക. നിങ്ങളുടെ പുണ്യങ്ങളാൽ നിങ്ങൾ നേടിയ സന്തോഷം ഞങ്ങൾ ഒരു ദിവസം ആസ്വദിക്കും. ആമേൻ. വിശുദ്ധ റോക്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റോക്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റോക്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.